തൈര് എല്ലാ കാലാവസ്ഥയിലും കഴിക്കാമോ? മഞ്ഞുകാലത്ത് തൈര് കഴിക്കാമോ? നൂറ്റാണ്ടുകളായി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും. തൈരായും മോരായും പല രീതിയിലും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു വരുന്നു. നമ്മുടെ അടുക്കളയിലെ ഒരു പ്രധാന സ്ഥാനം തന്നെ തൈരിന് പണ്ട് മുതലേ കൊടുത്തു വരുന്നു. തൈര് പല രീതികളിലാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. ചില കറികളിലും സലാഡുകളിലും സ്മൂത്തികളിലും അങ്ങനെ വിവിധ തരം ഭക്ഷണ വസ്തുക്കളുടെ കൂടെ നമ്മൾ തൈര് ഉപയോഗിക്കാറുണ്ട്. തൈരിൽ വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് തൈര്. കാൽസ്യം, വിറ്റാമിൻ B2, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങി നിരവധി പോഷകങ്ങൾ അടങ്ങിയ തൈര് ഒരു മികച്ച പ്രോബയോട്ടിക് ആണ്. എന്നാൽ പലരും മഞ്ഞുകാലത്ത് തൈര് കഴിക്കാറില്ല. എന്നാൽ തൈര് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുമെന്നും മഞ്ഞുകാലത്ത് ഇവ കഴിക്കുന്നത് നല്ലതാണെന്നുമാണ് പറയുന്നത്. ദിവസവും തൈര് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും വയറ്റിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാനും അസിഡിറ്റിയെ തടയാനും നല്ലതാണ്. പ്രോബയോട്ടിക് ആയതിനാൽ തൈരിൽ നല്ല ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ കുടലിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കും. ദിവസവും തൈര് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും തുമ്മൽ, ജലദോഷം പോലെയുള്ള അലർജി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും സഹായിക്കും. കാൽസ്യം ധാരാളം അടങ്ങിയ തൈര് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും നല്ലതാണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണ് തൈര്. ഇവ ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കും. ദിവസവും തൈര് കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്കും നല്ലതാണ്. ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. തൈര് കഴിക്കുന്നത് കലോറിയുടെ ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കും. അതുവഴി വണ്ണം കുറയ്ക്കാനും നിങ്ങളെ സഹായിച്ചേക്കാം. തൈര് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. എന്നാൽ ജലദോഷവും ചുമയുമുള്ള ചില ആളുകൾക്ക് തൈര് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ മഞ്ഞുകാലത്ത് തൈര് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.